അത്രയും വേഗം എല്ലാവരും ക്രിസ്ത്യൻസ് എല്ലാവരും അവരുടെ സഭ അനുസരിച്ചുള്ള വിശുദ്ധീകരണങ്ങൾ ഉടനെ ചെയ്യണം. അക്രൈസ്തരുണ്ടെങ്കിൽ അവർ മനസ്സാക്ഷിക്കനുസരിച്ച് കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്ത് വരുന്ന സമയങ്ങളാണിത്. നിങ്ങൾ ദൈവത്തോട് അടുക്കുക. കാര്യം നഷ്ടപ്പെട്ടതെല്ലാം ആരുടെ കയ്യിലുണ്ട്? ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനൊരു ഭംഗി വാക്ക് പറയുകയല്ലേ ഇത്. എനിക്കിതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഒരു ദിവസം ഞാൻ ഈ കണ്ണമാലി സ്ഥലം നിങ്ങൾക്കറിയാം, കുറച്ച് പേർക്ക്. കണ്ണമാലി, സൗദി, മണശ്ശേരി സ്ഥലങ്ങളിലെല്ലാം എൻ്റെ പഴയ പ്രേക്ഷിതരെ, അവർ കിടപ്പിലായപ്പോഴും രോഗികളായിട്ടുള്ളവർ, അവരുടെ ഭവനങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ മനാശ്ശേരിയിലെവിടെയോ അവിടെ വന്നപ്പോഴും ഞാൻ 2-3 വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ റോഡിലോട്ട് കയറി വന്നു. അപ്പോൾ റോഡിൻ്റെ അങ്ങേ സൈഡിലൂടെ, പടിഞ്ഞാറ് സൈഡിലൂടെ പോയിക്കൊണ്ടിരുന്ന അമ്മച്ചി എന്നെ കൈപൊക്കി ധൃതിക്ക് കാണിച്ചു. അച്ചാച്ചാ നിൽക്കണേ എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. അപ്പോൾ ഞാനവിടെ നിന്ന് അവർ പറഞ്ഞു കേട്ടെങ്കിൽ അവിടെ മനസ്സായില്ലെങ്കിൽ നിന്നെന്ന് വെച്ചാൽ ആ സമയത്ത് ഇങ്ങനെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ റോഡ് ക്ലീൻ ആയപ്പോൾ അവരോട് എൻ്റെ അടുത്ത് വന്നു വെച്ചാൽ പറഞ്ഞ്, അച്ഛാ എൻ്റെ ഭർത്താവ് പോയിട്ട് 10-18 കൊല്ലമായി അച്ഛാന്ന്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അങ്ങനെ പറയാൻ തോന്നിയവർക്ക്. അപ്പോഴെന്താ സംഭവിച്ചാൽ 10-18 കൊല്ലമായി ഇതുവരെയൊക്കെ വന്നിട്ടില്ല. അതായത് നമ്മൾ പച്ചക്ക് നിൽക്കുന്നതും പരിശുദ്ധാത്മാവിൽ നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനിങ്ങനെ കുടുംബങ്ങളിൽ പ്രാർത്ഥിച്ച് വരികയാണ്. ഐ ആം ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അതാണ് അതായത് ഈ പ്രാർത്ഥനയുടെ ഒരു ഗുണം അതാണ്. നമ്മൾ വല്ലപ്പോഴും പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന എടുത്ത് നോക്കി വായിച്ച് പിന്നെ നമ്മൾ മൊബൈൽ നോക്കി. നിങ്ങൾ മൊബൈൽ നോക്കുന്ന സമയവും വചനം നോക്കുന്ന സമയവും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വചനം നോക്കണ 0, മൊബൈൽ നോക്കണ 99%. തീർന്നില്ല പണി. പാളികൾ അങ്ങനെയാണ്. അപ്പം ദൈവത്തിന് നമ്മൾ സമയം കൊടുത്തു. ഇനിയുള്ള കാലം ഉടമ്പടിക്കാലം എന്ന് പറയുന്നത് അതാണ്. ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കാൻ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുമായി ഉടമ്പടി ചെയ്തിരിക്കാൻ. ഇനി ഉടമ്പടി ജീവിതമാണ്. അപ്പം നമ്മൾ കൂടുതൽ സമയം വചനമെടുത്ത് കൂടുതൽ സമയം പ്രാർത്ഥിച്ച് കൂടുതൽ സമയം വെച്ചാൽ നിങ്ങൾ ഓരോ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സമയം എടുക്കുകയില്ല. നമ്മൾ ചെയ്യണ എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഒരു ലിഷ ടൈം കിട്ടിയ ജപമാല എടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. അത് ദൈവ കൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തിനും അല്ലാത്ത സമയത്തിനും കുറേ വ്യത്യാസങ്ങളുണ്ട്. കാര്യം നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണത് തന്നെ ഒരു പ്രൊട്ടക്ഷനാണ്. വെറുതെ പ്രാർത്ഥനയിലായിരിക്കുന്ന കാലങ്ങളില്ലേ, നമ്മൾ പ്രാർത്ഥനയിലാകുന്ന ബ്ലാങ്ക് ടൈമില്ലേ, പ്രാർത്ഥന ഇല്ലാത്ത ബ്ലാങ്ക് ടൈമില്ലേ, നാട്ടുകാരും വീട്ടുകാരും അതുപോലെ തന്നെ മൊബൈൽ ചാറ്റും അങ്ങനെയൊക്കെ വരുമ്പോൾ അരുവി ചേഞ്ച് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ലോകാരുവിയിൽ ആയിരിക്കും നമ്മൾ, ചിലപ്പോൾ ദുഷ്ടാരുവിയിലായിരിക്കും. ഈ സമയത്തൊക്കെ ഓരോ തീരുമാനം എടുക്കും. ആ തീരുമാനത്തിലാണ് പിന്നീട് നമ്മൾ പൊട്ടണതും, കച്ചവടം പൊട്ടണതും, കടം വന്നതും, പരീക്ഷ തോക്കണതും, ഇങ്ങനെ പലതരത്തിലുള്ള അലബലാതെ തീരുമാനങ്ങൾ എടുക്കും. എന്നുവെച്ചാൽ നിങ്ങളുടെ ചിന്തകളെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയം, നമുക്ക് 2 ഫാക്കൽറ്റി ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? ഒന്ന് ഹൃദയം, പിന്നെ എന്താണ്? ഇൻ്റലക്റ്റ്, ബുദ്ധി. ഈ സംഭവത്തിന് സംരക്ഷണം വേണമെന്നാണ് പറയണത്. ആര് പറയണത്? കർത്താവിൻ്റെ വചനം പറയണത്. ഇതിൻ്റെ ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നാൽ, ഇപ്പോൾ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, എന്തരൂപിയിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡു യു ലോസ്റ്റ് യുവർ പ്രൊട്ടക്ഷൻ ഓർ നോട്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രെയർ ലൈഫിൽ ജീവിക്കുന്ന അനുസരിച്ച് കൊണ്ട് അറിയാതെ തന്നെ ഒരു സംരക്ഷണം നമുക്ക് കിട്ടും. ഇപ്പം ലോത്തിൻ്റെ അയാളുടെ ജോബിൻ്റെ എന്താ സംഭവിച്ചത്?
അയാൾക്ക് കുറേ രോഗവും തകർച്ചയൊക്കെ വന്നില്ലേ അയാൾ? അതെന്താ? അയാളുടെ സംരക്ഷണം എടുത്ത് പോയപ്പോഴല്ലേ. ഇപ്പം ജോബിൻ്റെ 1:10 വായിക്കുമ്പോഴെന്താണ്? ജോബിൻ്റെ അനുവാദത്തോടു കൂടിയാണ്, ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടിയാണ് സാത്താൻ ജോബിനെ ആക്രമിക്കണത്. ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാതെ നമ്മൾ ആക്രമിക്കും. അതാണ് വ്യത്യാസം. വിശുദ്ധിയിൽ ജീവിക്കുന്ന ആൾക്കാരും അവിശുദ്ധിയിൽ ജീവിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? സാത്താൻ ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാതെ അവനെ ആക്രമിക്കും. വിശുദ്ധി ജീവിക്കുന്നവന് അനുവാദം ചോദിച്ചിട്ട് ദൈവം അനുവദിച്ചാലേ ആക്രമിക്കാൻ പറ്റത്തുള്ളൂ. നൗ യു ഗോട്ട് ദ പോയിന്റ്. ജോബ് 1:10 എന്താ പറയണത്? നമ്മളെ ആർക്കെങ്കിലും ആക്രമിക്കണമെങ്കിൽ, ദുഷ്ടനെ ആക്രമിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്, പ്രാർത്ഥനാ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ആക്രമിക്കാൻ പറ്റത്തില്ല. അഥവാ ആക്രമിക്കണമെങ്കിൽ ജോബിനെ പോലെ ദൈവം അനുവദിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ലോകാരൂപിയാലോ അതുപോലെ തന്നെ ദുഷ്ടാരൂപിയിൽ നയിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സംരക്ഷണം കളയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുവാദം ഇല്ല സാത്താന് നമ്മളെ ആക്രമിക്കാൻ കഴിയും. അപ്പം നിങ്ങളോർക്കും കൊമ്പും പാലും ഒഴിച്ച് സാത്താൻ ഇങ്ങനെ വന്ന് ആക്രമിക്കണം. അങ്ങനെ വേണ്ട വേറെ ഒരു സംഭവം വേണ്ട. ഇപ്പം ചില ആൾക്കാർ പറയത്തില്ലേ, എൻ്റെ അച്ഛ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞാണത്, അതായത് വല്ല PSCയും പഠിച്ച് ഇവിടെ ജോലി മേടിച്ച് വെച്ചെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കും. ഇപ്പം എന്നാ പറ്റി? ഞാൻ സ്ഥലം വിറ്റ് പൈസ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. എവിടെയൊക്കെ സ്ഥലമുണ്ട് വീട്ടിലേക്ക്? വീട്ടിലെ സ്ഥലം വിറ്റിട്ടേ, സ്ഥലം ഓരോ സെൻറ്റ് ഒരു 10 സെൻറ്റ് വീതം 6 മാസം കൂടുമ്പോൾ വിറ്റിട്ട് മക്കൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പരിപാടിയാണ്? മക്കളെ കാശ് ഇങ്ങോട്ട് അയക്കേണ്ട വേണ്ടി വിട്ടു കൊടുത്തതാണ്, ഇപ്പം കാശ് അങ്ങോട്ട് അയച്ചു കൊടുത്തിരിക്കുന്നത്. എന്താ സംഭവിച്ചിരിക്കണത്? അവർ ഒരു 3 കോടി രൂപയുടെ വീടെടുത്ത് 3 കോടി രൂപയുടെ വീടെടുത്ത് എന്താ വീടെടുക്കാൻ കാര്യം? വാടക കൂടുതലാണ്. അപ്പോൾ വാടക കൂടുതലായി കഴിഞ്ഞപ്പോൾ, അവർ താമസ വീടിന് വാടക കൂടുതലായി കഴിഞ്ഞപ്പോൾ അവിടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഇതിനേക്കാൾ നല്ലത് വീടെടുക്കണല്ലോ, സ്വന്തമായിട്ട് വീടെടുക്കുകയാണ്, അപ്പോൾ വാടക കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അവരുടനെ അത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വീടെടുത്തപ്പോൾ എന്നാ പറ്റിക്കണം? ബാങ്കിൻ്റെ കട്ടിങ്സ് ഭയങ്കരമാണ്. 3 കോടിക്ക് കട്ടിങ്സ് അല്ലേ? ഏത് കാലത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും? അവരുടെ ശമ്പളം കൊണ്ടുപോലും അതിനിടയ്ക്ക് 2 ജോലി പോവുകയും ചെയ്ത് ഇപ്പം പണിയായി. അപ്പോൾ ജോലി പോയപ്പോഴാണ്, അല്ലെങ്കിൽ പിന്നെ ബാലൻസ് ചെയ്ത് ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റും. 2 ജോലി പോയപ്പോൾ പിന്നെ എന്ത് പറ്റി? ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കാതെ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് വിറ്റിട്ടിട്ട് പോരാൻ പറ്റുമോ? ഈ തീരുമാനം എങ്ങനെ വന്നതാ? അപ്പം തീരുമാനം എവിടെ നിന്നുണ്ടായതാണിത്? ഇത് നമ്മുടെ തലേന്നുണ്ടായതാണല്ലേ. ഇതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? തലയ്ക്ക് സംരക്ഷണം വേണം. ഇപ്പം തലച്ചോറിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ ഒരു കോശം പോയാൽ പിന്നെ ഒരു കോശം ഉണ്ടാകത്തില്ല അവിടെ. നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളൊക്കെ പിന്നെ ഉണ്ടാകും, തലച്ചോറിൻ്റെ കോശം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ ചെയ്ത് നമ്മൾ കീഴ്ത്താടിയൊക്കെ അലക്കാമെങ്കിൽ ഈ മേലോട്ടുള്ള ഭാഗം അനക്കാൻ സമ്മതിക്കത്തില്ല. അതൊക്കെ നമ്മൾ തലകുത്തി പറഞ്ഞ് അനക്കാൻ പറ്റത്തില്ലല്ല. ഇവിടം വരെയൊക്കെ അനങ്ങത്തുള്ളൂ, മോനോട്ട് അനങ്ങത്തില്ല. അനങ്ങിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നമ്മൾ ആവശ്യമില്ലാതെ അനക്കാനൊരു സ്വാതന്ത്ര്യം കിട്ടിയാൽ നമ്മൾ ആവശ്യമില്ലാതെ അനക്കും. പിന്നെ തലച്ചോറൊക്കെ ഇടക്കിടക്ക് ഇളകും, പിന്നെ വട്ട് പിടിച്ച് നടക്കും. അതുകൊണ്ട് കർത്താവ് വീണ്ടും മുകളിലുള്ള സ്ഥലം അനക്കിയിട്ടില്ല, സംരക്ഷണമാണ്. ഇതുപോലെ ജീവിതത്തിൻ്റെ ചില പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സംഭവങ്ങൾക്ക് സംരക്ഷണം വേണം. സാമ്പത്തിക തീരുമാനം എടുക്കുന്നത് ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ കാര്യമാണ്, അതിന് സംരക്ഷണം വേണം. ഇവർക്ക് സംരക്ഷണം നഷ്ടപ്പെട്ടു. എന്താണ്? കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ വീടെടുത്തു, നിങ്ങളും വീടെടുക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ സാലറി നോക്കണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിലവ് നമ്മൾ നോക്കണ്ടേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിന് വാടക അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. വാടക അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഇപ്പോൾ വാടകയേക്കാൾ കൂടുതൽ കട്ടിങ്സ് വരികയാണ്. വീട്ടിൽ നിന്ന് പറമ്പ് വിറ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. തെറ്റായ തീരുമാനം എവിടെ നിന്ന് വന്നതാണ്? പ്രാർത്ഥനാ ജീവിതത്തിന് കുറവിൽ നിന്നുണ്ടായ. അതാണ് ഫിലിപ്പിയർ 4:6 പറയണത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞേ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം.
ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവായ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവായ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. രണ്ട് ഫാക്കൽറ്റി, ചിന്തയും പിന്നെന്താണ് ഹൃദയവും. ഇതിനെന്താ വേണ്ടത്? കർത്താവിൻ്റെ സംരക്ഷണം വേണം. അതിനെന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? കർത്താവാണ് പറഞ്ഞത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ഞാനും നിങ്ങളും ഈ ഒരു സംഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം കൊച്ചു കുളത്ത് വീണ് ഇപ്പം കൊച്ചിൻ്റെ ഓക്സിജൻ സാച്ചുറേഷനായിപ്പോയി എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഇപ്പോൾ കോവിഡൊക്കെ വരുമ്പോൾ ഒത്തിരി പേരുടെ ഓക്സിജൻ്റെ ന്യൂമോണിയൊക്കെ വന്നപ്പോൾ ഓക്സിജൻ താന്നില്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റണത്? പറ്റത്തില്ല. ദാറ്റ് മീൻസ് വി ആർ ലീഡഡ് ബൈ നോട്ട് ഹോളി സ്പിരിറ്റ്. നമ്മൾ ഹോളി സ്പിരിറ്റിലല്ല നമ്മൾ ലീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലോകാരൂപിയില്ല, സാധാരണ മനുഷ്യാരൂപി തെറ്റല്ല, കാര്യം മനുഷ്യാവസ്ഥയാണ്. പക്ഷേ ഈ മനുഷ്യാവസ്ഥയിൽ നിന്ന് ഒരു ഡിഗ്രി പോലും നമ്മൾ ഉയർന്നിട്ടില്ല. കാര്യം ഈ മനുഷ്യാവസ്ഥയ്ക്ക് അഭിഷേകം കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും മോശമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. അത് മനുഷ്യാവസ്ഥയാണ്. ഈ മനുഷ്യാവസ്ഥ തന്നെ നിലനിന്നാൽ മതിയെങ്കിൽ ഇവ കുറിച്ചൊക്കെ പറയേണ്ട കാര്യമില്ല. ഈ മനുഷ്യാവസ്ഥ മാറിയിട്ട് ഈ മനുഷ്യാരൂപിയേക്കാൾ ഉപരി ക്രിസ്തുവിൻ്റെ അരൂപിയെ സ്വീകരിക്കാനാണ് അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവ് യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളണത്. അപ്പം എപ്പോഴും സന്തോഷത്തിരിക്കാൻ എപ്പോഴുമാണേ. അല്ലാതെ നല്ല കാര്യങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുക, മോശക്കാര്യം വരുമ്പോൾ വിഷമിച്ചിരിക്കുക, അങ്ങനെയില്ല. നല്ല കാര്യങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുക, മോശം കാര്യങ്ങൾ വരുമ്പോൾ വിഷമിക്കുക. ബൈബിൾ അങ്ങനെയല്ല പറയണത്. ബൈബിൾ എന്താ പറയണത്? ഫിലിപ്പിയർ 4:6 എപ്പോഴും സന്തോഷിക്കാൻ. ദാറ്റ് മീൻസ് എപ്പോഴും സന്തോഷിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുമെന്ന്. ഒരു വിശ്വാസി കഴിയുന്നില്ലെങ്കിൽ കഴിയണ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചും എപ്പോഴും സന്തോഷിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളെ ഓർത്തും കൃതജ്ഞത പ്രകാശിപ്പിക്കുക. കാര്യം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മോശം കാര്യങ്ങളെന്ന നല്ല കാര്യങ്ങളെന്ന ഇല്ല. എല്ലാ മോശം കാര്യങ്ങളിലും അത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തി കർത്താവിൻ്റെ പരിഗണനയിലേക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല കാര്യമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഞാൻ മനസ്സിൽ പറഞ്ഞു മനസ്സിലായല്ലേ? ദൈവത്തിൻ്റെ തിരുസന്നിധി നല്ല കാര്യമൊന്നോ മോശം കാര്യമൊന്നോ ഇല്ല. മറിച്ച് എല്ലാ മോശം കാര്യങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിഗണനയിൽ ആ മോശം കാര്യം വരുമ്പോഴേ അത് നല്ല കാര്യമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴ് ഉദാഹരണത്തിന് ശ്രദ്ധിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഇനി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല കാര്യമൊന്നോ മോശം കാര്യമൊന്നോ ഇല്ല. മോശം കാര്യങ്ങൾ
കർത്താവിൻ്റെ പരിഗണനയിൽ വന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല കാര്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നത്? ഞാൻ ചില സ്ഥലത്ത് പറയുകയും മാതാപിതാക്കന്മാരുടെ നിത്യരക്ഷ ഉറപ്പുവരുത്തുന്നത് മക്കളുടെ തോന്നിയവാസമാണെന്ന്. മനസ്സിലായില്ലേ? മാതാപിതാക്കന്മാരുടെ നിത്യരക്ഷ ഉറപ്പുവരുത്തുന്നത് മക്കളുടെ തോന്നിയവാസമാണെന്ന്. എന്താ കാര്യം? ഇപ്പം ചെറിയ പോലെ അച്ഛാ എൻ്റെ മകൾ തെറ്റായ പ്രണയബന്ധത്തിലായിപ്പോയി, അപ്പം ഞാൻ ചിരിക്കും. അപ്പോൾ അവർക്ക് സങ്കടമില്ല, അവർ തകർന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ചിരിക്കണത് എന്താണ്? കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഞാൻ ചിരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുന്ന എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രോജക്റ്റ് തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജോലി കർത്താവിൻ്റെ കയ്യിലുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഇപ്പം ഞാൻ ആ ചേച്ചിയോട് എന്താ പറഞ്ഞത്? ആ ചേച്ചിയോട് എന്താ പറഞ്ഞത്? 18 കൊല്ലമായിട്ട് എൻ്റെ ഭർത്താവിനെ കാണാനില്ല. അപ്പോൾ എനിക്ക് ചിരി വന്നത് എന്താ അറിയാമോ? ഈ 18 കൊല്ലമായിട്ട് ഇപ്പോഴാണല്ലോ ഇവർക്ക് തലക്കൂത്തൽ പിടിച്ചത്. എന്താ കാര്യം? അവിടെ മക്കളൊക്കെ ചില ചേച്ചിമാർക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. മക്കൾക്കൊരു 20 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താക്കന്മാർ അത്ര വലിയ കാര്യമായിട്ട് കണക്കാക്കത്തില്ല. എന്താണ്? എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇവർ ദൈവത്തെ നിരക്കാത്ത ചില പരിപാടികൾ ചെയ്യും. എന്താണ്? മക്കൾക്ക് 20-22 വയസ്സ്, ആ മക്കൾക്ക് പ്രത്യേകിച്ച്. ആ മക്കളെ ഇവർ ക്യാൻവാസ് ചെയ്യും. എങ്ങനെ ക്യാൻവാസ് ചെയ്യും? എൻ്റെ മകനെ നീ നിനക്കറിയാവല്ല കാര്യങ്ങൾ, ഈ മനുഷ്യനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ കണ്ണിൽ ഈർക്കലും വെച്ച് കാല് വെള്ളത്തിൽ വെച്ച് നീ ഇരിക്കുമ്പോൾ നീ കാല് വെള്ളത്തിൽ വെച്ചിരിക്കുമ്പോൾ ഞാൻ കണ്ണിൽ ഈർക്കലും വെച്ചിരിക്കുന്നു. അങ്ങനെ 2 മണി വരെ ഇരുന്നാണ് നിന്നെ പഠിപ്പിച്ചത് എന്ന് വെച്ചാൽ നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഐശ്വര്യങ്ങളെല്ലാം പകുതി എൻ്റെതാണെന്നാണ് ഈ പറയുന്നത്. ക്ലെയിമാണ്. അമ്മമാരുടെ ക്ലെയിം. നിങ്ങൾ ക്ലെയിം നടത്തിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ അപ്പന്മാരെ ചവിട്ടരുത്. മനസ്സിലായില്ലേ? ക്ലെയിം നടത്തിയ കുഴപ്പമില്ല. നിങ്ങൾ ക്ലെയിം നടത്തേണ്ട ഉദ്ദേശം അപ്പനെ മൈൻഡ് ചെയ്യേണ്ട, ഉള്ള ഇങ്ങോട്ട് തന്നാൽ മതി എന്നതിൻ്റെ അർത്ഥം. അന്തരംഗമാണ് ഈ സംഭവം, അന്തരംഗമാണ്. ഇത് കർത്താവ് അംഗീകരിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് പോരായ്മയെ. ഇപ്പം ദൈവത്തിന് വചനം അവിടെ അംഗീകരിച്ചില്ല. നിങ്ങളുടെ താല്പര്യങ്ങൾ വരുമ്പോൾ, സ്വന്തം താല്പര്യങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ വചനം ഈസിയായിട്ട് അവിടെ മാറ്റിവെക്കും. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റും? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായിട്ട് നിങ്ങൾ കരുതുന്നുവെന്ന് കർത്താവിന് പറയും. റോമ 1:29 വർക്കൗട്ട്. ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയെ കരുതിനാൽ അധമ വികാരങ്ങളെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഒരമ്മ മക്കളുടെ കാര്യത്തിൽ ഭർത്താവിനെ ഔട്ടടിച്ചുകൊണ്ട് അവരെ, ഇപ്പോൾ ചില അമ്മമാരില്ലേ, ആ മക്കൾക്ക് ഒന്നും കൊടുക്കത്തില്ല, എല്ലാം പെൺമക്കൾക്ക് കൊടുക്കത്തുള്ളൂ. അരീതി അവർ കാണിക്കും. ആ മക്കൾക്ക് ഒന്നും കൊടുക്കത്തില്ല. പെൺമക്കളാണെങ്കിൽ അതിനേക്കാൾ പഞ്ചാരയും തേനുമായിട്ട് നടന്ന് ഇവരെ അമ്മയെ സോപ്പിട്ട് ചില പെൺമക്കൾ വീട്ടിൽ വരുമ്പോൾ തന്നെ അപ്പൻ്റെ ലക്ഷണം മാറും. ഏതാണ്ടൊക്കെ പറഞ്ഞിക്കൊണ്ട് പോകാൻ വരികയാണ്. പോകണ്ടെന്നല്ല, നമ്മുടെ അമ്മയുടെ അടുത്തല്ല, നമ്മൾ ഇവിടെ വരാനാണ്. പക്ഷേ അനീതി അവിടെ വരരുത്. അവിടെ അനീതി വരരുത്. അനീതി വന്നാൽ നിങ്ങളുടെ ഷെയർ വാങ്ങിക്കുന്നതിലും കൊടുക്കുന്നതിലും ഒക്കെ ഒന്നും ഒരു മനുഷ്യനെ നമ്മുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സൈലൈൻ ചെയ്തിട്ട് നമ്മൾ കയറി അറ്റാക്ക് ചെയ്ത് ഒപ്പിച്ചെടുക്കരുത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദൈവവചനം നമ്മൾ വിട്ടുകളയും. അപ്പോൾ റോമ 1:29 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ദൈവവചനം ദൈവത്തെ അംഗീകരിക്കും എന്ന് പറഞ്ഞ് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയതിനാൽ അധമവികാരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അതാണ് പ്രശ്നം. ഇത് മനസ്സിലാകണം. നമ്മൾ ദൈവത്തെ എവിടെ മാറ്റി നിർത്തിയാലും പിന്നെ വികാരമെല്ലാം അധമമായി പോകും. നമുക്ക് ദൈവത്തെ ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തെ എവിടെ മാറ്റി നിർത്തിയാലും, കാരണം ദൈവത്തെ മാറ്റി നിർത്തണമെന്ന് പറയണതും ദൈവത്തിൻ്റെ വചനത്തെ മാറ്റി നിർത്തണമെന്ന് പറയണത് സെയിമാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പങ്കെടുത്തിരിക്കുന്ന മക്കള് ഉടമ്പടിയുടെ നിയോഗങ്ങള് കുടുംബ സമാധാനമില്ലാത്തവരെ സ്പർശിക്കണമേ. അവനെതിരെ സ്പർശിക്കണമേ.
കാരുണ്യമേ ജീവിതം ജീവനേ മക്കൾ കർത്താവേ, അങ്ങനെ വചനങ്ങൾ കേട്ടുകൊണ്ട് കർത്താവേ, ഇപ്പോൾ സ്തുതിക്കാൻ കർത്താവേ, അങ്ങനെ വിശുദ്ധ വചനങ്ങൾ കർത്താവേ, എടുക്കുന്ന നിമിഷങ്ങൾ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ മക്കളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ രോഗികള്, ജീവിത ഭാരങ്ങൾ ക്ഷമിക്കുന്നവര്, സങ്കടപ്പെടുന്നവര്, മക്കളെ പ്രതിയും മറ്റ് ജീവിത അവസ്ഥകളെ കർത്താവേ വേദിക്കുന്നവരുടെ മേലെ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ, കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ, കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 9:26. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 9:26. ഒരുവൻ ഏറ്റുപറഞ്ഞ ഒരുവൻ എന്നെക്കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. അപ്പോഴേ ദൈവവും ദൈവത്തിന്റെ വചനവും രണ്ടല്ല, ഒന്നാണ്. നിങ്ങൾ വചനത്തെ മാറ്റി നിർത്തിയാൽ നിങ്ങൾ മനസ്സിലായില്ലേ? ലുക്ക 9:26 എന്താ പറയണത്? എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ ലജ്ജിക്കും. അപ്പം ഞാനും എൻ്റെ വചനവും എന്ന് പറഞ്ഞാൽ രണ്ടല്ല, ഒന്നാണെന്നാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു തീരുമാനം എടുത്തപ്പോൾ അത് നീതിയല്ല, അത് സത്യമല്ല എന്നൊരു തീരുമാനമാണ് എടുക്കണമെങ്കിൽ ഇപ്പം ചേച്ചിക്ക് എന്താ പറ്റിയിരിക്കണത്? മനാശയിലെ ചേച്ചിക്ക് എന്നാ പറ്റിയത്? അവർ മക്കൾ വളർന്നു വന്നപ്പോൾ മക്കളുടെ ശമ്പളമായി, മക്കളുടെ ജീവിതമായി ഭർത്താവിനെ സംരക്ഷിക്കുക. ഭർത്താവിനെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഈ ഞാൻ ജില്ല പറയണില്ലേ, അത് ശരിയല്ലല്ലോ. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മൂത്ത മകൾ മക്കൾ ജോലിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അപ്പം തന്നെ അവിടെ കുറേ സമയം പോയി. മക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സമയം പോയി, അവിടെ സമയം തീർന്ന്. നമുക്ക് മാക്സിമം ഈ ഓറഞ്ച് ചീട്ടുകാർക്കാണെങ്കിൽ പോലും 3 മിനിറ്റ് സംസാരം, ആളിങ്ങനെ നിൽക്കിയിരിക്കില്ലേ. അപ്പം 3 മിനിറ്റ് സംസാരം. ഈ 3 മിനിറ്റ് സംസാരത്തിൽ മുഴുവൻ അവർ പറഞ്ഞത് അവിടെ മക്കളെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഒരു കുരച്ചും വലിച്ചുമൊക്കെ ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. ഞാനോർത്തി ചേച്ചിയുടെ അപ്പനാണെന്ന്. അപ്പോൾ ആ മക്കളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, എന്താ അപ്പച്ചനെ കൊണ്ടുവന്നത്? അപ്പോൾ ചേച്ചി പറഞ്ഞു, അപ്പച്ചനല്ല എൻ്റെ ഭർത്താവാണെന്ന്. അയ്യോ, അപ്പോൾ എന്താ പറ്റിയത്? ആ മനുഷ്യൻ രോഗിയായിപ്പോയി. അങ്ങേര് എന്നെ ഇവിടെ വന്ന് അമ്മ സുഖപ്പെടുത്തുമെന്നും പറഞ്ഞ് വന്നിരിക്കണേ. പക്ഷേ ഈ ചേച്ചി പറയണ്ടേ എന്ത് സങ്കടമാണെന്ന് നോക്കിയേ. അന്തരംഗത്തിൻ്റെ അവസ്ഥ കണ്ട. കർത്താവ് എന്നെ സുഖപ്പെടുത്തും, മരുന്ന് കഴിച്ച് മടുത്തെന്നും പറഞ്ഞ് അമ്മയെ കാണാൻ വന്നതാണ്. അപ്പം ഭർത്താവിനെ ഞാൻ അപ്പരുന്ന് വിളിക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഇരിപ്പ് എന്തായിരിക്കും? അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഇതെന്തൊരു മനസ്സാക്ഷി ഇത്. നിങ്ങൾ ആദ്യം പറയേണ്ട ഇതല്ലേ? ഒരു വൈഫിന് ആരോടാണ് ഉത്തരവാദിത്വം ആദ്യത്തത്? നോട്ട് വിത്ത് ദ ചിൽഡ്രൻ. ആർക്കാണ്? ഒരു അപ്പന് ആദ്യത്തെ ഉത്തരവാദിത്വം ആരോടാണ്? ഭർത്താവിന്. ഭാര്യയുടെ കാര്യമാണ്, മക്കളുടെ കാര്യമല്ല. ഒരു ഭാര്യയ്ക്ക് ആരുടെ ഉത്തരവാദിത്വം ആരോടാ? ആദ്യം ഭർത്താവിനോടാണ്. ഇത് ദൈവതിരുസന്നിധിയിൽ നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ ദൈവവചനം നമ്മൾ ഏറ്റു പറയണില്ല. എന്താ? ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. 1 കൊരിന്ത്യർ 14:7 വായിക്കുമ്പോൾ എന്താ പറയണത്? അതെല്ലാം ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയണതാണ്. അപ്പോഴും നമ്മൾ ചിലപ്പോൾ ആ മനുഷ്യൻ വീട് വലിക്കുന്ന ആളാകാം, ചിലപ്പോൾ നല്ല കാലത്ത് നമ്മളെ നോക്കി കാണത്തില്ല.
നല്ല കാലത്തെ ചെറുപ്പകാലത്ത് ചിലപ്പോൾ അയാൾ വേറെ പല ചുറ്റി കളിക്കുമ്പോൾ നടക്കണതുകൊണ്ട് നമുക്ക് ഭയങ്കര വെറുപ്പായിരിക്കും. എൻ്റെ ദൈവ പൈതലേ, നീ ആരുമായിട്ടാണ് വിഷയം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണത്? നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനുമായിട്ട്, നിനക്ക് വേണ്ടി ഉയർത്തുന്നേറ്റവനുമായിട്ട്, നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും റീഫണ്ട് ചെയ്യാൻ കഴിവുള്ളവനുമായിട്ടാണ് ഈ വിഷയം നീ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവനെ പ്രതി നമ്മളെല്ലാം കുപ്പയായിട്ട് കരുതും. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, അങ്ങേ പ്രതി എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്റെ പഴയകാല ദുഃഖാനുഭവങ്ങള്, ഭാര്യയിൽ നിന്ന് ലഭിച്ചാലും ഭാര്യയിൽ നിന്ന് ലഭിച്ചാലും ഭർത്താവിൽ നിന്ന് ലഭിച്ചാലും ഇപ്പോഴീ അൾത്താരയിലെ നാമത്തിലെ ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. എന്റെ വെറുപ്പ്, എന്റെ വിദ്വേഷങ്ങള്, എന്റെ മത്സരബുദ്ധി, എന്റെ വാശി, പഴയ മനുഷ്യരെ കൊളോസ്യൻസ് 3:10 ഏറ്റുപറയുന്നു. അവന്റെ ചെയ്തികളോടുകൂടെ ഞാൻ ദൂരെ എറിയുന്നു. സൃഷ്ടാവിന്റെ ഛായക്കൊത്ത് ഞാൻ പുതിയ മനുഷ്യനെ യേശുക്രിസ്തുവിൽ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശ്രുതികട കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. ഹല്ലേലൂയ. എല്ലാ ജീവിത പങ്കാളികളെയും ആശീർവദിക്കണമേ. ഹല്ലേലൂയ. വീട്ടിൽ വിലയില്ല എന്ന് കണ്ടപ്പോഴ് സങ്കടത്തോടെ ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. പിന്നെ കണ്ടിട്ടില്ല. ഇപ്പോഴ് ആ മക്കളൊക്കെ കല്യാണം ചേച്ചി ആശ്രയം വെച്ചിരുന്ന മക്കളല്ലേ, മൂത്ത മക്കൾ, നല്ല ശേഷിയും ശേമുക്ഷയും നല്ല മണിപ്പവർ, നല്ല മസിൽ പവറൊക്കെ ഉണ്ടായിരുന്ന ആ മക്കളില്ലേ, അവർ കല്യാണം കഴിച്ചു. ഓരോരോ രാജ്യങ്ങളിലേക്ക് അവിടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി. ചേച്ചി ഇപ്പോൾ ഒറ്റക്കായി. ഇപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലായത് ആശ്രയം വെച്ചത് തെറ്റിപ്പോയി. അപ്പോഴാണ് ഈ 18 കൊല്ലത്തിന് ശേഷം അതായത് ഒരു കൂട്ടിനെ ഒരു മിണ്ടി വഴക്കിടാനെങ്കിലും ആൾ വേണ്ടേ വീട്ടിൽ? നമുക്ക് ഈ വഴക്കിടണം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. നമുക്ക് ആളുണ്ടെങ്കിൽ നമുക്ക് വഴക്കിടാൻ പറ്റൂ. എന്തിനാണ് അത്? നമ്മൾ വഴക്കിടും, കുടുംബത്തിലെ വഴക്കല്ലേ, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷേ വഴക്കിടുമ്പോൾ നമ്മളിവിടെ ഒരു ആളുണ്ട് വഴക്കിടാൻ, റെഫറൻസ് ഉണ്ട്. അത് വലിയൊരു കാര്യമാണ്. ആളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എൻ്റെ വിഷമം എന്താണെന്ന്. ഇപ്പം ഒറ്റപ്പെട്ടു ശരിക്കും. അപ്പോഴ് ഞാനിങ്ങനെ എല്ലാ വീട്ടിലും കയറി പ്രാർത്ഥിച്ചു നടക്കുകയല്ലേ. അപ്പം ഞാൻ ശരിക്കും കർത്താവിൻ്റെ സ്പിരിറ്റിൽ തന്നെയായിരുന്നു. ഞാൻ ഈ ചേച്ചി പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവ് കർത്താവിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛാന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, കർത്താവിൻ്റെ അടുത്ത് അവർ ചത്തുപോകുന്ന വിചാരിച്ചത്. ഞാൻ പറഞ്ഞ കർത്താവിൻ്റെ അടുത്തുണ്ട്, നാളെ 7 മണിക്ക് അയാൾ വരുമെന്ന് പറഞ്ഞു. മക്കളെ, ഇത് നമ്മൾ ജീവിക്കണ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലാതെ ഒരു സങ്കല്പ ദൈവത്തിലല്ല. വി ആർ ബിലീവിങ് എ ലിവിങ് ഗോഡ്. പരിശുദ്ധാത്മാവ് എനിക്കൊന്ന് ജ്ഞാനത്തിൽ ഞാൻ പറഞ്ഞു നാളെ 7 മണിക്ക് ആൾ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് ഞാൻ ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ ഒന്നും പറഞ്ഞതല്ല, ഞാൻ എന്തോ മനസ്സിൽ അനുഭവിച്ചിട്ട് പറഞ്ഞതാണ്. എൻ്റെ ദൈവത്തിലെ ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അമ്മ പ്രത്യക്ഷപ്പെടത്തിൻ്റെ നടുക്ക് ഞാൻ നിൽക്കുകയാണ്. ഇപ്പം ഈ ആൾ ഞാൻ പറഞ്ഞ 7 മണിക്ക് കർത്താവ് ആളെ കൊണ്ടുവന്ന് കൊടുത്തു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അന്ന് മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ? നഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ കയ്യിലുണ്ടെന്ന്. നഷ്ടപ്പെട്ടതെല്ലാം നിനക്കതാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നിന്നെ സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. നിനക്ക് എന്തെങ്കിലും നീ നിരാശപ്പെട്ടിരിക്കണ കൊണ്ടും എന്തെങ്കിലും സാമ്പത്തിക കടങ്ങളോ രോഗങ്ങളോ
അല്ലെങ്കിൽ ജോലിയില്ലാത്ത അവസ്ഥകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുക, അത് നിൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ചങ്ക വെച്ച് കൈക വെച്ച് പറഞ്ഞ്, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഞാൻ നഷ്ടപ്പെടുത്തിയ ദൈവത്തെ ഞാൻ ഈ ധ്യാനത്തിലൂടെ കണ്ടെത്തും. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ദൈവത്തോട് കൂടെ ദൈവം എനിക്ക് തിരിച്ചു തരും. ശ്രദ്ധിക്കട്ടെ, കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ, കർത്താവിന് വാഴ്ത്തട്ടെ, കർത്താവ് നന്ദി പറയട്ടെ. നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ ജോലി, നിന്റെ വീട്, നിന്റെ വിവാഹം, ജീവിത പങ്കാളി, നിന്റെ എല്ലാ തരത്തിലുള്ള സമാധാനങ്ങൾ എല്ലാം കർത്താവ് നിനക്ക് തിരിച്ചു തരാൻ പോകുന്നത്. കർത്താവ് നിനക്ക് തിരികെ തരാൻ പോകുന്നത്. ശ്രദ്ധിക്കട്ടെ, ഒരുമിച്ച് പാടുക. വാഴ്ത്തിടുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിനക്ക് വന്നിരിക്കുന്ന ദൈവികമായ വചനങ്ങൾ ഓർത്തുകൊണ്ട്, കർത്താവിന്റെ വചനങ്ങളെ ഓർത്തുകൊണ്ട്, കർത്താവിൽ നിന്ന് വിശുദ്ധീകരിക്കുന്നത് ഓർത്തുകൊണ്ട്, കർത്താവിൽ നിനക്ക് നഷ്ടപ്പെട്ട തിരിച്ചു തരാൻ പോകുന്നതിനെ ഓർത്തുകൊണ്ട് കരങ്ങൾ വീശിക്കൊണ്ട് കൈകൾ വീശി ദൈവത്തെ വാഴ്ത്തുകയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ.